പരീക്ഷയ്ക്കിരുന്ന എല്ലാ വിദ്യാർത്ഥിനികളും പരീക്ഷ പാസ്സായി 100% 100% വിജയം കിട്ടിയിട്ടുള്ള സ്കൂളുകളുടെ കണക്ക് നോക്കുമ്പോൾ സർക്കാർ സ്കൂളുകൾ 767 സർക്കാർ സ്കൂളുകൾക്ക് 100% വിജയം ലഭിച്ചു. എയ്ഡഡ് സ്കൂൾ മേഖലയിൽ 930 എയ്ഡഡ് സ്കൂൾസിന് 100% വിജയം ലഭിച്ചു. അൺഎയ്ഡഡ് സ്കൂളുകൾ 408 അൺഎയ്ഡഡ് സ്കൂൾസിന് 100% വിജയം ലഭിച്ചു. അങ്ങനെ ടോട്ടൽ നോക്കുമ്പം 2105 സ്കൂളുകൾക്കാണ് 100% വിജയം ഈ വർഷം ലഭിച്ചത്. ഏറ്റവും അധികം കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി 100% വിജയം നേടിയ സ്കൂളുകൾ പരിശോധിക്കുമ്പോൾ സർക്കാർ സ്കൂൾ ഗണത്തിൽ നടുവന്നൂർ ഗവൺമെൻറ് HSSൽ 600 കുട്ടികൾ 100% നേടി. ഏറ്റവും 600 കുട്ടികൾ പരീക്ഷയ്ക്കിരുന്നു, 600 കുട്ടികളും വിജയിച്ചു. ഏറ്റവും അധികം കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി 100% വിജയം നേടിയ സർക്കാർ സ്കൂളിൽ മുന്നിൽ നിൽക്കുന്നത് നടുവന്നൂർ സ്കൂളാണ്. എയ്ഡഡ് സ്കൂൾ മേഖലയിൽ അത് AKN HSS കോട്ടൂർ 1356 കുട്ടികളാണ് അവിടുന്ന് പരീക്ഷ എഴുതിയത്. അൺഎയ്ഡഡ് സ്കൂൾ മേഖലയിൽ BYK റെസിഡൻഷ്യൽ കടുങ്ങത്തുംകുണ്ട് 281 കുട്ടികളാണ് പരീക്ഷയ്ക്ക് ഇരുന്നത്. ഇവിടെ എല്ലാ കുട്ടികളും പരീക്ഷ വിജയിച്ചു. BYK റെസിഡൻഷ്യൽ HS കടുങ്ങത്തുംകുണ്ട് അതുകൊണ്ട് നമ്മൾ സ്ലൈഡിലും കാണിച്ചിരിക്കുന്നത് തെറ്റ് വരാതിരിക്കാനാണ്. ശരി. SC/ST കുട്ടികളുടെ പരീക്ഷാഫലം പരിശോധിക്കുമ്പോൾ SC മേഖലയിൽ 39,391 വിദ്യാർത്ഥിനികളാണ് പരീക്ഷ എഴുതിയത്. അവരിൽ 38,535 കുട്ടികൾ പരീക്ഷ പാസ്സായി. വിജയശതമാനം 97.82. ഈ SC മേഖലയിൽ 871 കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭ്യമായിട്ടുണ്ട്. ST കുട്ടികളുടെ ഫലം പ്രത്യേകമായിട്ട് 7172 കുട്ടികളാണ് ST കുട്ടികളാണ് SSLC പരീക്ഷ ഈ വർഷം എഴുതിയത്. അവരിൽ 7022 കുട്ടികൾ വിജയിച്ചു. വിജയശതമാനം 97.91. 56 കുട്ടികൾക്ക് ST കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചിട്ടുണ്ട്. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ നൽകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷ നൽകേണ്ടവർക്ക് ഈ മാസം 16 മുതൽ മെയ് 16 മുതൽ 21 വരെ അതിനുള്ള അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷിക്കുവാനുള്ള ക്രമീകരണങ്ങൾ പരീക്ഷാ കമ്മീഷണറേറ്റിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പിന്നെ സേവ് ഇയർ പരീക്ഷ, സേവ് പരീക്ഷ ഈ വർഷം ജൂൺ മാസം ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കുന്നതിനുള്ള ഏർപ്പാടുകളും പരീക്ഷാ കമ്മീഷണറേറ്റിൽ ചെയ്തിട്ടുണ്ട്. ഉപരിപഠനത്തിന് യോഗ്യത ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പരമാവധി 3 വിഷയങ്ങൾക്ക് വരെ പരീക്ഷ എഴുതുവാനുള്ള ക്രമീകരണങ്ങളാണ് ഉള്ളത്. പരീക്ഷ പാസ്സായ എല്ലാ കുട്ടികളുടെയും സർട്ടിഫിക്കറ്റ്സ് ഡിജി ലോക്കറിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും പരീക്ഷാ കമ്മീഷൻ. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ SSLC പരീക്ഷ നട്ട്ഷെല്ലിൽ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.